നിങ്ങളുടെ വിരലിങ്ങനെ നിവർത്തുമ്പോൾ നിവരാതിരിക്കുന്നുണ്ടോ? ഇങ്ങനെ വെച്ച് ലോക്ക് ആവുന്നുണ്ടോ? നിങ്ങളുടെ അസുഖം ട്രിഗർ ഫിംഗർ ആവാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ഞാൻ ഡോക്ടർ ഹരികൃഷ്ണൻ, ഓർത്തോ സർജനാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഒരു മസിൽ വരുന്നുണ്ട്. ആ മസിൽ വന്ന് ഒരു ടെൻഡനായിട്ടാണ് നമ്മുടെ വിരലുകളുടെ മൂവ്മെൻറ്റിനൊക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു പുള്ളിയുണ്ട്. എല്ലാ വിരലുകൾക്കും ഈ ഭാഗത്തായിട്ട് ഒരു A1 പുള്ളി എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട്. അതായത് ഇങ്ങനെ ഒരു കുരുക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ടെൻഡൻ വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് അതിങ്ങനെ ടൈറ്റ് ആവാം. അവിടെ വരുന്ന നീർക്കെട്ട് കാരണോ ഈ പുള്ളിയുടെ തിക്കനിങ് കാരണോ അത് ടൈറ്റ് ആവാം. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ആദ്യം ഇവിടെ ഒരു വേദനയോ നോഡികളോ ഒക്കെ അനുഭവപ്പെടാം. പിന്നെ ഒന്ന് നിവർത്താനുള്ള ബുദ്ധിമുട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ നിവരുമ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആവുക. കുറച്ചും കൂടെ സീരിയസ് കണ്ടീഷനിൽ അതിങ്ങനെ വിരലിങ്ങനെ മടങ്ങിയിരിക്കുക, പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ പൊക്കേണ്ട വരും. ഈ ഒരു അവസ്ഥയാണ് ട്രിഗർ ഫിംഗർ. അപ്പോൾ ഓവറായിട്ട് ഈ വിരലിൻ്റെ ആക്ടിവിറ്റീസ് വരുന്ന വിരൽ, ഇങ്ങനെ പിഴിയുന്ന വിരൽ, ഗ്രാസ്പ് ചെയ്ത് പിടിക്കുന്ന വിരൽ, ഇങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇത് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിലൊക്കെ നമുക്ക് സ്പ്ലിൻറ്റിങ് വഴിയും മരുന്നുകൾ വഴിയും ഇത് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അതിൻ്റെ സ്റ്റേജ് വെച്ചാണ് ട്രീറ്റ്മെൻറ്റ്. അടുത്ത സ്റ്റേജിൽ അവിടെ നീർക്കെട്ടാണ് കാരണമെങ്കിൽ ആ ഒരു ഇഞ്ചക്ഷനൊക്കെ അവിടെ എടുത്തു കഴിഞ്ഞാൽ നീർക്കെട്ട് വലിഞ്ഞ് നമുക്ക് കുറച്ച് ഇത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിലല്ല അവിടെ തിക്കനിങ് ആയിട്ട് അവിടെ പുള്ളി തിക്കണ്ടാണെങ്കിൽ ഒരു ചെറിയ അവിടെ തരിപ്പിച്ചിട്ട് ഒരു ചെറിയൊരു സർജറി വഴി, ഒരു ഡേ കെയർ പ്രൊസീജിയർ അതുവഴി നമുക്ക് ആ വള്ളി വിടിയിപ്പിച്ച് കൊടുത്തിട്ട് അത് ക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യൂ. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കൂ. നിങ്ങൾക്ക് ഈ അവസ്ഥയുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യൂ. ബൈ ബൈ.